അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഒരു അല്പസമയത്തിനകം തന്നെ വളരെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്, ഗാന്ധിനഗർ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കും. അല്പസമയം അവിടെ വീട്ടിലുണ്ടാകും. ഒരു 3/4 മണിക്കൂറോളം വീട്ടിൽ മൃതദേഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും അവിടെ നിന്ന് എറണാകുളം ടൗൺ ഹാളിലേക്കും കൊണ്ടുപോവുക. വീട്ടിലും അദ്ദേഹത്തെ കാണാനായി നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും സ്വാഭാവികമായും. കാരണം അദ്ദേഹം എറണാകുളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ ചലനങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും സജീവമായി എപ്പോഴും ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെയുള്ള നേതാവ്. ആ രീതിയിൽ രാഷ്ട്രീയ കേരളം, സാമൂഹിക കേരളം ആദരിച്ചിരുന്നൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് ആളുകൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ടാകും അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അവിടെയും ഒരു അല്പസമയം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ്. എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുമ്പോൾ സഖാവ് MM ലോറൻസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തന ഇടമായിരുന്നു. അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറിയായും മറ്റും ഒരുപാട് കാലം പ്രവർത്തിച്ച സ്ഥലം കൂടിയാണ്. അത് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തന മേഖല കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരല്പസമയം വയ്ക്കും. അതിനുശേഷമാണ് എറണാകുളം ടൗൺ ഹാളിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും, നാടിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാണാനായി എത്തുന്നവർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങാനുള്ള സൗകര്യം അവിടെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിയോഫിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. തിയോഫിൻ, അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലേക്ക് എത്താറായിട്ടുണ്ടോ? മനു അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് ബന്ധുക്കൾ, അയൽവാസികളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. നിരവധി പേർ ഇവിടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7:45 മൃതദേഹം എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ ആ സമയത്തിന് തന്നെ വലിയ വ്യത്യാസമില്ലാതെ കൃത്യമായി എത്താൻ കഴിയുമെന്നാണ്. അത്തരത്തിലൊരു കൃത്യമായ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് ഇതുവരെയും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7:45 മുതൽ 8:15 വരെയാണ് വീട്ടിൽ പൊതുദർശനത്തിനുള്ളൊരു സമയം. പൊതുദർശനം എന്ന് പറയുമ്പോൾ തന്നെ വളരെ അടുപ്പമുള്ള ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും കാണുന്നതിനൊപ്പം വീട്ടിൽ ചില പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയോട് കൂടി അതിനുകൂടി വേണ്ടിയുള്ളൊരു സമയമാണ് വീട്ടിലെടുക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ 8:15 കൂടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. കാരണം ഏറെക്കാലം ലെനിൻ സെൻറ്റർ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെല്ലാം. ആ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പാർട്ടി പതാക പുതപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ വൈകിട്ട് 4 വരെ പൊതുദർശനമുണ്ടാകും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് പാർട്ടി പ്രവർത്തകർ, തൊഴിലാളി നേതാക്കളെല്ലാം എത്തും. ഏതാനും നിമിഷങ്ങൾക്കകം വാഹനം എത്തും. അതിൻ്റെ റെഡ് വോളണ്ടിയർമാർ, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് മുന്നിലായി റെഡ് വോളണ്ടിയർമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനം വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുള്ള വഴിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വാഹനം വീടിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും മൃതദേഹം വീടിനുള്ളിലേക്ക് ഇനി എടുക്കുന്നു. ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളുമൊക്കെ. നിരവധി പേർ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. വീട്ടിനുള്ളിൽ ഇനി 7:45 ആകുന്നു. ഇനി 8:15 വരെ വീട്ടിനുള്ളിൽ തന്നെ മൃതദേഹമുണ്ടാകും. ഇവിടെ ബന്ധുക്കൾക്കും വളരെ അടുപ്പമുള്ളവർക്കും തൊഴിലാളികൾക്കുമൊക്കെ വന്ന് മൃതദേഹം കാണാനുള്ള അവസരമുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് ഇറക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഞങ്ങളത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മുന്നിൽ തന്നെ വന്നിരിക്കുന്നതും മൃതദേഹം ഇപ്പോൾ ഇറക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിയോഫിൻ, ശരി മനു. ഈ വീടിന് മുന്നിൽ തന്നെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുമായി അടുപ്പമുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് മൃതദേഹം കടത്തും. വീടിനുള്ളിൽ സ്ഥലപരിമിതിയുണ്ട്. ഒരുമിച്ച് എല്ലാവർക്കും നിൽക്കാൻ കഴിയില്ല. പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് മൃതദേഹം വെച്ച ശേഷം ഇവിടെ കാത്തു നിൽക്കുന്നവർ ഓരോരുത്തരായി അകത്തെത്തി അദ്ദേഹത്തിന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിച്ച് പുറത്തേക്കിറങ്ങും. അങ്ങനെ 8:15 വരെ മൃതദേഹം ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ നിന്നും
ലെനിൻ സെൻറ്ററിലേക്കാണ് കൊണ്ടുപോവുക. തുടർന്ന് ലെനിൻ സെൻറ്ററിൽ പൊതുദർശനമുണ്ടാകും. അത് ഏകദേശം 9:45 വരെ എന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മൃതദേഹം വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ഇനി വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാർട്ടി പ്രവർത്തകരും റെഡ് വോളണ്ടിയർമാരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് മൃതദേഹം ഇപ്പോൾ വീടിനുള്ളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പേർ വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണുന്നതിനായി. വീടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നു. അകത്തെ ഒരു ചെറിയ ഹാളുണ്ട്. ആ ഹാളിലാണ് മൃതദേഹം എല്ലാവർക്കും കാണുന്നതിനായി ഉള്ള ഒരു സൗകര്യം, അതിനായുള്ള സ്ഥലം ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇനിയുള്ള ഒരു അരമണിക്കൂറോളം സമയം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടാവുക. ഇവിടെ വീട്ടിൽ ബന്ധുക്കളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കാണാനായി വന്നിട്ടുള്ള ബന്ധുക്കൾക്കും വളരെ അടുപ്പമുള്ള അയൽവാസികൾ, വീട്ടുകാർ, അദ്ദേഹത്തോട് വളരെ അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള തൊഴിലാളി നേതാക്കളും ഒക്കെ ഒരു നോക്ക് കണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മടങ്ങാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് കൂടുതലായി നമുക്ക് അതിനകത്ത് എന്താണ് വിശദീകരിക്കുക എന്ന് തന്നെ. തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിരവധി പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അയൽപ്പക്കക്കാരുണ്ടായിരുന്നു, നേതാക്കളുണ്ടായിരുന്നു, നാട്ടുകാരൊക്കെ ഉണ്ട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട അവർക്ക് ഒരുപാട് കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അവർക്ക് ഉപദേശങ്ങളൊക്കെ നൽകി ജീവിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട സഖാവ് കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വളരെയധികം ആളുകൾ വീട്ടിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാകാം. അങ്ങോട്ടേക്ക് പറഞ്ഞ സമയത്ത് തന്നെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി ഒരു 3/4 മണിക്കൂർ, തിയോഫിനൊരു 3/4 മണിക്കൂറോളം സമയമല്ലേ വീട്ടിലുണ്ടാവുക അല്ലേ? മനു 8:15 വരെ എന്നാണ് ഇവിടെ നേരത്തെ സമയക്രമീകരണം അനുസരിച്ചുള്ളത്. അത് നീണ്ടുപോകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ, നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 8:15 വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും ലെനിൻ സെൻറ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് ലെനിൻ സെൻറ്ററിലാണ് 9:45 വരെ ഉണ്ടാവുക. കാരണം 8:30 മുതൽ 9:45 വരെയുള്ള ഒരു സമയക്രമീകരണം ലെനിൻ സെൻറ്ററിലാണ്. അദ്ദേഹം ലെനിൻ സെൻറ്റർ കേന്ദ്രീകരിച്ചായിരുന്നു ഏറെക്കാലം, നിരവധി വർഷങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പ്രവർത്തകർ, പാർട്ടി പ്രവർത്തകരുണ്ട്, ബന്ധുക്കളുണ്ട്. എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്നു. ഓരോരുത്തരായി വീടിനുള്ളിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. ഇനി അതിനുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായും പ്രിയപ്പെട്ടവർ, പ്രിയ സഖാവിന്, പ്രിയപ്പെട്ട ലോറൻസ് ചേട്ടന്, എറണാകുളംകാരൻ്റെ ലോറൻസ് ചേട്ടനായിരുന്നു, അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ വലിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയാണ് രാഷ്ട്രീയ കേരളം. വിട നൽകുകയാണ്. ചെങ്കൊടിയേന്തി കടന്നു വന്ന വഴികളിലൂടെ ഇന്ന് MM ലോറൻസ് എന്ന സഖാവ് തിരിച്ചു വരികയാണ്. ഇനിയൊരിക്കലും ആ ചെങ്കൊടിയേന്തി നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം നയിച്ച ഓർമ്മകൾ, അദ്ദേഹം വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒന്ന് കാതോർത്താൽ നമുക്ക് ഇപ്പോഴും ആ കടലിരുമ്പം കേൾക്കാൻ കഴിയും. അങ്ങനെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ.